സംസ്ഥാനത്ത് വൈദ്യുതി അപകട മരണങ്ങളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധനവെന്ന് റിപ്പോർട്ട്. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ജൂലൈ 20 വരെയുള്ള കണക്കിനെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പുറത്തുവിട്ടത്. സുരക്ഷാ വീഴ്ച മൂലം സംസ്ഥാനത്ത് കഴിഞ്ഞ 110 ദിവസത്തിനിടെ 66 പേർക്കാണ് വൈദ്യുതാഘാതമേറ്റ് ജീവൻ പൊലിഞ്ഞത്. ഇതിൽ 8 മരണങ്ങൾ വൈദ്യുതി ലൈൻ പൊട്ടിവീണ് സംഭവിച്ചതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വൈദ്യുതാഘാതമേറ്റു മരിച്ചവരുടെ ആകെ എണ്ണത്തിന് തുല്യമാണ് ഇത്. മുൻ വർഷങ്ങളിലെ ആകെ കണക്കുകളേക്കാൾ വളരെ കൂടുതലാണ് ഈ സാമ്പത്തിക വർഷം ആദ്യ 4 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ലഭ്യമായിരിക്കുന്ന 66 എന്ന കണക്ക്. 2022-23 വർഷം മുഴുവൻ അത്തരം 12 മരണങ്ങളും 2023-24 8 മരണങ്ങളുമാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് വ്യത്യസ്ത സംഭവങ്ങളിലായി 4 പേർ കൂടി വൈദ്യുതാഘാതമേറ്റ് മരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഒരു ക്ഷീരകർഷകൻ തന്റെ വയലിൽ വെച്ച് പൊട്ടിവീണ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചതും ഇതിൽ ഉൾപ്പെടുന്നു. പശുവിനെ കെട്ടാൻ പോയ കുഞ്ഞുണ്ടൻ നായർ ഏറെ നേരമായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് മകനും മറ്റു ബന്ധുക്കളും അയൽവാസികളും വയലിൽ പോയി നോക്കിയപ്പോൾ ജീവനില്ലാതെ കിടക്കുന്ന പശുവിനെ കണ്ടെത്തി. സമീപത്ത് വൈദ്യുതി കമ്പി പൊട്ടിവീണ നിലയിലായിരുന്നു. വൈദ്യുതി ലൈൻ ഓഫാക്കിയതിനു ശേഷം വയലിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് കർഷകനെയും വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം തേവലക്കര സ്കൂളിലെ 13-കാരൻ മിഥുന്റെ മരണവും കേരളത്തിന് മറക്കാവുന്നതല്ല. വൈദ്യുതി ലൈനുമായി 2.5 മീറ്ററെങ്കിലും അകലം നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടിടത്ത് 1.7 മീറ്റർ മാത്രമാണ് സ്കൂൾ കെട്ടിടവും ലൈനും തമ്മിൽ ഉണ്ടായിരുന്നത്. സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ പാരപ്പറ്റിലിറങ്ങിയ മിഥുൻ ഷീറ്റിന് മുകളിൽ വെച്ച് കാൽ വഴുതി വൈദ്യുതി ലൈനിൽ പിടിച്ചപ്പോഴാണ് ഷോക്കേറ്റത്. ഈ വർഷം വൈദ്യുതി ലൈൻ പൊട്ടിവീണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് മലപ്പുറത്താണ്. കോഴിക്കോട് 2 പേരും എറണാകുളം, കൊല്ലം, തൃശൂർ എന്നിവിടങ്ങളിൽ ഒരാൾ വീതവുമാണ് വൈദ്യുതി ലൈൻ പൊട്ടിവീണതിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ആവശ്യത്തിന് സ്പേസറുകൾ ഇല്ലാത്തതാണ് കണ്ടക്ടറുകൾ പൊട്ടിപ്പോകുന്നതിനുള്ള പ്രധാന കാരണമെന്ന് സംസ്ഥാന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജി വിനോദ് പറഞ്ഞു. വയറുകൾ അകറ്റി നിർത്താനും നിലത്തേക്ക് വീഴുന്നത് തടയാനുമാണ് ഈ സ്പേസറുകൾ ഉപയോഗിക്കുന്നത്. ഇത് ആവശ്യത്തിന് ലഭിക്കാത്തത് ലൈനുകളെ കൂടുതൽ ദുർബലമാക്കി. പ്രത്യേകിച്ച് മഴയും കാറ്റുമുള്ളപ്പോൾ അത് കൂടുതൽ രൂക്ഷമായി, അദ്ദേഹം പറഞ്ഞു. അതേസമയം കാറ്റിലും മഴയിലും വൈദ്യുതി കമ്പി പൊട്ടിവീഴുമ്പോൾ വൈദ്യുതി ബന്ധം സ്വയം നിലയ്ക്കുന്ന സാങ്കേതിക വിദ്യ നടപ്പാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് KSEB മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി കടന്നുപോകുന്ന വയറുകളുമായി മനഃപൂർവ്വമല്ലാതെ സമ്പർക്കത്തിൽ വരുന്നത്, സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കുന്നതിലെ അശ്രദ്ധ, തകരാറുള്ള വൈദ്യുതി ഉപകരണങ്ങൾ, അനധികൃത വൈദ്യുത ജോലികൾ, താൽക്കാലിക വയറിംഗ് സംവിധാനം, ഓവർഹെഡ് ലൈൻ ക്രോസിംഗുകൾ എന്നിവയാണ് വൈദ്യുതാഘാതമേറ്റുള്ള മരണങ്ങളുടെ മറ്റു പ്രധാന കാരണങ്ങൾ. വീടുകളിൽ റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കറുകൾ RCCB അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറുകൾ ELCB എന്നിവയൊന്നും ഇല്ലാത്തതാണ് മറ്റൊരു അപകട കാരണം. ഈ ഉപകരണങ്ങൾ കറന്റ് ചോർച്ച കണ്ടെത്തി സ്വയമേവ വൈദ്യുതി വിച്ഛേദിക്കും. ഇതിലൂടെ വൈദ്യുതാഘാതം ഏൽക്കുന്നത് തടയാൻ കഴിയും. 2023 മുതൽ ഇത് നിർബന്ധമാണെങ്കിലും പഴയ പല വീടുകളിലും ഇപ്പോഴും ഇവ ഇല്ലെന്ന് ജി വിനോദ് പറഞ്ഞു. പ്രത്യേകിച്ചും മഴ കനത്തിരിക്കുന്ന ഈ കാലാവസ്ഥയിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ് വൈദ്യുതി. ഇക്കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാം. കമ്പി പൊട്ടി വീഴുകയോ പോസ്റ്റ് ഒടിയുകയോ അപകട സാധ്യതകൾ ഉണ്ടാവുകയോ ചെയ്താൽ തൊട്ടടുത്ത KSEB സെക്ഷൻ ഓഫീസിലെ ഫോൺ നമ്പറിലോ ഉദ്യോഗസ്ഥരെയോ അറിയിക്കണം. ഫോൺ കിട്ടാതെ വന്നാൽ 1912 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കമ്പി പൊട്ടി വീണാൽ വെള്ളത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുമായി സമ്പർക്കം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊതുസ്ഥലങ്ങളിലെ ട്രാൻസ്ഫോമറുകൾ, ലൈനുകൾ തുടങ്ങിയവയുടെ പരിസരത്ത് പോകാതിരിക്കുക. ലൈനുകളിൽ മുട്ടി നിൽക്കുന്ന മരങ്ങളിലും ശിഖരങ്ങളിലും തൊടുന്നതും അപകടത്തിന് കാരണമായേക്കാം. അത്തരം മരക്കൊമ്പുകൾ KSEBയിൽ അറിയിച്ച് മുറിച്ചു മാറ്റാം. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഇടുകയോ ഓഫാക്കുകയോ ചെയ്യരുത്. അഥവാ ഷോക്കേറ്റാൽ വൈദ്യുതി ഉടനടി ഓഫ് ചെയ്യുക. വൈദ്യുത ലൈനുകൾക്ക് സമീപമുള്ള മരങ്ങളിൽ നിന്ന് ചക്കയോ മാങ്ങയോ ഒക്കെ പറിക്കുമ്പോൾ ഇരുമ്പ് പോലെ വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുള്ള ലോഹം കൊണ്ടുള്ള തോട്ടികൾ ഉപയോഗിക്കാതിരിക്കുക. സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ച് ജാഗ്രതയോടെ ഇരിക്കാം നമുക്ക്. ഈ മഴക്കാലം നമുക്ക് മുന്നിൽ ഇനിയും ദുരന്തങ്ങളെ കൊണ്ടുവരാതിരിക്കട്ടെ.